അപ്പോൾ നമുക്കൊന്നൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ. ഇത് വിഷുവിൻ്റെ അന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേറൊരു ദിവസം ഇടാന്ന് വെച്ചിട്ട് പായസത്തിന് മാത്രമായിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 3 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 400 ഗ്രാമിൻ്റെ എലൈറ്റിൻ്റെ റോസ്റ്റഡ് സേമിയ കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് മുഴുവൻ ഇട്ടില്ല കേട്ടോ, ഒരു 3/4 ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഞാനത്. പിന്നെ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഹോർലിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4 പാക്കറ്റ്, കുഞ്ഞ് പാക്കറ്റില്ല 5 രൂപയുടെ, അതിൻ്റെ ഒരു 4 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ടിന്ന് മിൽക്ക് മെയ്ഡും പിന്നെ ചവരി. പക്ഷേ ഇത് ഞാൻ എടുത്ത പാക്കറ്റ് ചെറുതായി പോയിട്ടോ, കുറച്ചും കൂടി വലുത് വേണമായിരുന്നു. ഇത് എത്ര ഗ്രാമിൻ്റെ ആണെന്ന് എനിക്കറിയില്ല, ഞാനത് കണ്ടപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സാധാരണ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതായിക്കോളും. പക്ഷെ ഞാൻ എന്തായിരുന്നു വെച്ചാൽ ഈ പാല് തിളയ്ക്കാൻ വെച്ചതിൻ്റെ ഒപ്പം തന്നെ ഈ ചവരി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കും, പിന്നെ പെട്ടെന്നാവുമല്ലോ. അങ്ങനെ നമ്മളെ പാല് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പാല് നന്നായി തിളച്ച് വരണുണ്ടോ. അപ്പോൾ നമ്മൾ ഈ സേമിയ ഇടുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ സേമിയ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ചവരി ഒരുവിധമൊക്കെ വെന്ത് സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. പാല് ഗ്യാസ് ഓഫ് ചെയ്യണ്ട, കുറച്ച് തീ കുറച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മൾ എന്താ പറയുക ഹോർലിക്സ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് ഇടാം. ഞാൻ അഞ്ചിനെ എന്ത് ചെയ്തു, നമ്മൾ നല്ല തിളച്ചിരിക്കുന്ന പാലല്ല, അപ്പോൾ അതിന് മുകളിൽ നിന്നൊരു കുറച്ച് പാലെടുത്ത് മാറ്റിയിട്ട് അതിൽ ഈ പൊടി കലക്കിയതിന് ശേഷമാണ് കേട്ടോ. അതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിതിൽ ഈ പായസത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡയറക്റ്റ് ഇടാൻ നിന്നില്ല. പിന്നെ നമ്മൾ ഇടുന്ന മധുരം അത് നമ്മളുടെ എന്താ പറയുക പാകത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഓരോരുത്തർക്ക് മധുരം കൂടുതൽ വേണം, കുറവ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തന്നെ ഇടാത്. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡും കൂടിയിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഹോർലിക്സ് മിൽക്ക് മെയ്ഡും കൂടിയിട്ടാട്ടോ മിക്സ് ചെയ്തത്. പിന്നെ ഇതിലേക്ക് നെയ്യ് ചേർക്കണ്ട. അതിൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. ചിലർക്ക് നെയ്യിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ചേർക്കുമല്ലോ, അതൊക്കെ നെയ്യിൽ വറുത്തെടുക്കണം. ഈ പ്രാവശ്യം ഞാൻ അതൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ മിൽക്ക് മെയ്ഡും ഹോർലിക്സും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നട്ട്സ് കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഇഷ്ടത്തിന് എന്താ പറയുക പാകത്തിന് പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക ചെയ്തോളൂ കേട്ടോ. ആ ചവരി മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈസിയായി ഉണ്ടാക്കുക എന്ന് പറയില്ല, അങ്ങനെ ഒരു ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. നമ്മളിട്ട ചവരിയുടെ അളവ് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തീരെ എന്താ പറയുക തികഞ്ഞില്ല എന്ന് പറയില്ല. ഇത് കാണാൻ കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയൊരു പാക്കറ്റ് വാങ്ങിക്കോ. കുറച്ചധികമൊക്കെ ഉണ്ടാക്കുമ്പോൾ 3 പാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി വേണം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടാലും നമുക്ക് അതിങ്ങനെ കടിച്ച് നമ്മളെ സേമിയുടെ ഒപ്പം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് പിന്നെ നേരത്തെ പോയി വാങ്ങാൻ പറ്റാത്ത കാരണം നമ്മൾ വാങ്ങില്ല. അതുപോലെ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് വേറെ ചേർത്തിട്ട്, കാരണം മധുരം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അത്രയൊക്കെയുള്ളൂ നമ്മളുടെ എന്താ പറയുക സേമിയ പായസം. അപ്പോൾ ബാക്കി വന്ന പായസം കൊണ്ട് ഞാൻ വെച്ചാൽ ഐസ്ക്രീം ആക്കി നോക്കാമല്ലോ എന്ന് വെച്ച് ഫസ്റ്റ് ടൈം ആട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ പിള്ളേഴ്സൊക്കെ പറഞ്ഞാൽ ഐസ്ക്രീം ആക്കി നോക്ക്, ഐസ്ക്രീം ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഐസ്ക്രീമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് കുറച്ച് നേരം വെക്കണ്ടോ. ഞാനന്ന് രാത്രി വെച്ച് പിറ്റേ ദിവസം രാവിലെ ആട്ടോ ഇത് എടുത്തത്. അപ്പോഴാണ് ഇത് സെറ്റായി വന്നത്. അതിന് മുന്നേ എടുത്ത് നോക്കിയപ്പോൾ എന്താ പറയുക ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പിള്ളേഴ്സിനൊക്കെ ഞാൻ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അവർ ഇത് കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാട്ടോ. പിറ്റേ ദിവസം രാവിലെ എൻ്റെ തന്നെ ചോദിച്ചു ഐസ്ക്രീം ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഐസ്ക്രീം ആക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുറച്ചും കൂടി മധുരം ചേർക്കണമായിരുന്നു. പായസത്തിന് ഓക്കെ ആയിരുന്നു, പക്ഷേ ഐസ്ക്രീം ആക്കിയത് എടുത്തപ്പോൾ മധുരം നല്ലപോലെ കുറഞ്ഞു കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി മധുരം ഇട്ടിട്ട് വേണം കേട്ടോ ഐസ്ക്രീം ആക്കണമെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.